പത്രങ്ങളെയും വെള്ളപൂശുന്ന രീതിയിലുള്ള വാർത്തകളാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ശ്രീ VP ഗോപാലകൃഷ്ണൻ നായർ തമ്പലക്കാട് നടത്തുന്ന ഈ പദയാത്രയെ വളരെ അക്ഷരാർത്ഥത്തിൽ അഭിനന്ദിക്കേണ്ട ഒരു പദയാത്രയാണെന്ന് ഞാൻ കാണുന്നു. കാരണം അദ്ദേഹം ഈ യാത്രയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രമേയത്തിന് പ്രസക്തിയുണ്ട്. നമുക്കറിയാം, ഈ VP ഗോപാലകൃഷ്ണൻ നായർ തമ്പലക്കാട് നടത്തുന്ന ഈ വാർത്തയെ നമ്മുടെ പ്രധാനപ്പെട്ട പത്രമാധ്യമങ്ങളെല്ലാം തമസ്കരിച്ചിരിക്കുകയാണ്. കാരണം അദ്ദേഹം പത്രങ്ങൾക്കെതിരെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ജനങ്ങളിൽ എത്തിക്കേണ്ട അതിപ്രധാനമായ വാർത്തകൾ ഒന്നും തന്നെ നമ്മുടെ പത്രങ്ങൾ എത്തിക്കുന്നില്ല. ഫോർത്ത് എസ്റ്റേറ്റ് എന്നാണ് പത്രമാധ്യമങ്ങളെ കുറിച്ച് പറയുന്നത്. നമ്മുടെ എക്സിക്യൂട്ടീവും ജുഡീഷ്യറിയും അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റും അതായത് ബ്യൂറോക്രസിയും ഒപ്പം തന്നെ ഈ സമൂഹത്തിൽ ഇടപെട്ട് ഭരണപരമായ സംവിധാനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഏജൻസി കൂടിയാണ് നമ്മുടെ മാധ്യമങ്ങൾ. പക്ഷേ ആ മാധ്യമങ്ങൾക്ക് നമ്മുടെ ഇച്ഛാശക്തിക്കനുസരിച്ച് പത്രമാധ്യമങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നില്ല. നമുക്കറിയാം, ഇദ്ദേഹത്തിൻ്റെ ഈ യാത്രയെ തമസ്കരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളെ നമ്മുടെ മുഖ്യധാര പത്രങ്ങൾ കാണുന്നില്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ജനകീയ സമരങ്ങളെ മുഖ്യധാര പത്രങ്ങൾ കാണുന്നില്ല. അവർക്കത് വാർത്തയല്ല. ഇത്തരം വാർത്തകൾ പുറത്തു കൊണ്ടുവരുന്നത് ശരിക്കും സാധാരണക്കാരായ സിറ്റിസൺ ജേർണലിസ്റ്റുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയുമാണ്. അതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള ആളുകൾ പത്രം വായിക്കുന്നതിനേക്കാൾ കൂടുതൽ സിറ്റിസൺ ജേർണലിസ്റ്റുകളുടെയും അതുപോലെ തന്നെ ഓൺലൈൻ ചാനലുകളുടെയും അതുപോലെ തന്നെ നമ്മുടെ ഇതുപോലുള്ള സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുന്നത്. അതാണ് സത്യസന്ധമായ വാർത്തകൾ. അല്ലാതെ പത്രങ്ങൾക്ക് ഇത്രയേറെ അന്വേഷണാത്മകമായ ഒരു പത്ര രീതി നമുക്കില്ല. കാരണം പത്രത്തിനും അവിടെയുള്ള എല്ലാ സംവിധാനങ്ങളെയും സംരക്ഷിക്കേണ്ട ആവശ്യങ്ങളുണ്ട്. എന്നാൽ ഒരു സിറ്റിസൺ ജേർണലിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിൽ വരുന്ന ഓരോ വ്യക്തികൾക്കും ആരുടെ താല്പര്യങ്ങളെയും സംരക്ഷിക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ നിരവധിയായ സമരങ്ങൾ നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ നിരവധിയായ പ്രശ്നങ്ങൾ, ജനകീയ പ്രശ്നങ്ങളുണ്ട്. അതൊന്നും മുഖ്യധാരാ പത്രങ്ങൾക്ക് വാർത്തയല്ല. കാരണം അവർ ഭരിക്കുന്ന ഭരണാധികാരികളെ, ഭരിക്കുന്ന രാഷ്ട്രീയത്തെ അതിനോടൊപ്പം നിന്ന് ജനങ്ങളിൽ ഒരു അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഈ മാധ്യമധർമ്മം എന്ന് പറയുന്നത്. പിന്നെ ഇദ്ദേഹം VP ഗോപാലകൃഷ്ണൻ നായർ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കടം കൊണ്ട് പറയാവുന്നത്, നമ്മുടെ ഈ മാധ്യമങ്ങളെല്ലാം തന്നെ അവരുടെ സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു എന്നാണ്. ഈ സർക്കുലേഷൻ എന്ന് പറയുന്നത് ചില സ്ഥലത്തൊക്കെ നിർബന്ധ ബുദ്ധിയോടെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ചില സ്ഥാപനങ്ങൾ വെറുതെ വാങ്ങുന്നതാണ്. പലപ്പോഴും ആ വാർത്ത അവിടങ്ങളിൽ ഇടുന്ന, നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് നിരവധി വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്, നിരവധി മറ്റ് വ്യാവസായിക അതുപോലെ തന്നെ ഓഫീസുകളുണ്ട്. അവിടെയെല്ലാം അവിടുത്തെ ഒരു നടപടിക്രമത്തിൻ്റെ അല്ലെങ്കിൽ ഓഫീസിൻ്റെ ഒരു നടത്തിപ്പിൻ്റെ ഭാഗമായി പത്രം വാങ്ങിക്കൂട്ടുന്നതാണ്. ഈ പറയുന്ന എണ്ണം വായനക്കാരൊന്നും ചിലപ്പോൾ പത്രങ്ങളിൽ കാണില്ല. എങ്കിൽ പോലും അവർ വലിയൊരു പത്രങ്ങളുടെ എണ്ണം പെരുപ്പിച്ച് കാട്ടിക്കൊണ്ട് പത്രത്തിൻ്റെ ക്വാളിറ്റി എന്തായിരിക്കണം എന്ന് അവർക്ക് ധാരണയില്ല. ഈ മാധ്യമ മുതലാളികളെല്ലാം തന്നെ ഇന്ന് പെയ്ഡ് ന്യൂസാണ്. പെയ്ഡ് ന്യൂസുകളെ, അതായത് ഇന്ത്യയിലാണ് ഏറ്റവും കറപ്റ്റഡ് ആയിട്ടുള്ള മാധ്യമങ്ങൾ ഉള്ളത് എന്ന് നമുക്ക് പുറത്തുവന്ന വാർത്തകളുണ്ട്. ഈ പത്രമാധ്യമങ്ങൾ പലപ്പോഴും പെയ്ഡ് ന്യൂസ് കൊടുത്തുകൊണ്ട് ജനങ്ങളെ തമ്മിത്തല്ലിക്കുന്ന, ജനങ്ങളിൽ വളരെ വൈകാരികമായ ചില വിഷയങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുക എന്നല്ലാതെ സത്യസന്ധമായി ജനങ്ങളുടെ വാർത്തയിലേക്ക്, ജനങ്ങളുടെ ആവശ്യകതയിലേക്ക് മാധ്യമങ്ങൾ എത്തുന്നില്ല എന്നതാണ് ഇന്ന് അങ്ങനെയൊരു സന്ദർഭത്തിലാണ് നെയ്യാറ്റിൻകര മുതൽ കാസർഗോഡ് വരെ VP ഗോപാലകൃഷ്ണൻ നായരെ പോലുള്ള ഇത്രയും ഈ ഏജിൽ നിൽക്കുന്ന, ഈ അവസ്ഥയിൽ നിൽക്കുന്ന ഒരു മുതിർന്ന പൗരൻ നെയ്യാറ്റിൻകരയിൽ നിന്ന് ഈ വെയിലിനെയും മഴയെയും കാറ്റിനെയും കോളിനെയും വകവെക്കാതെ കാസർഗോഡേക്ക് നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് ചരിത്ര സംഭവമാണ്.
ഇത് നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ രേഖപ്പെടുത്തുക തന്നെ ചെയ്യും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ഇദ്ദേഹത്തെ കണ്ട് ഇദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ പദയാത്ര നെയ്യാറ്റിൻകരയിൽ നിന്ന് കാസർഗോഡ് എത്തുമ്പോഴേക്കും മാധ്യമങ്ങൾ ചില പാഠങ്ങൾ പഠിക്കുമെന്നും മാധ്യമങ്ങൾ ഈ ഇന്ന് നമസ്കരിക്കുന്നതാണെങ്കിൽ നാളെ അവരുടെ തെറ്റുകൾ തിരുത്തുമെന്നും എനിക്ക് ഉത്തമ വിശ്വാസമുണ്ട്. എൻ്റെ ഈ സോഷ്യൽ മീഡിയയിലൂടെ ഞാൻ ഈ വാർത്ത ജനങ്ങളെ എത്തിക്കുകയാണ്. ശ്രീ വി പി ഗോപാലകൃഷ്ണൻ നായർക്കും അദ്ദേഹത്തിൻ്റെ മകനും എല്ലാ ഭാവങ്ങളും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ